Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നമസ്കാരം. വോട്ട് പെട്ടിയിൽ എന്തായിരിക്കും? എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 1.5 മാസം നീണ്ടുനിന്ന ആവേശം നിറഞ്ഞ പ്രചാരണം, അതിനേക്കാൾ ആവേശം നിറഞ്ഞ വോട്ടെടുപ്പ്, ഇനി 1 മാസത്തിലേറെയുള്ള കാത്തിരിപ്പ്. അതൊരു വലിയ കാത്തിരിപ്പാണ്. ഏറെ ആകാംക്ഷ ജനിപ്പിക്കുന്ന, അത്രയധികം ഉത്കണ്ഠയോടുകൂടി 3 മുന്നണികളും അതായത് അപർണ സൂചിപ്പിച്ചതുപോലെ 1.5 മാസം കേരളത്തെ ഇളക്കി മറിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു പോളിംഗ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ അത് 71.16%. അതായത് 6% കുറവുണ്ടാകും. മുന്നണികളെ ഏത് തരത്തിലാണ് ബാധിച്ചിരിക്കുന്നത്? അവർക്ക് അതിൽ ആശങ്കയുണ്ടാകും. അത് അങ്ങനെ ഒരു പോളിംഗ് ശതമാനം കുറഞ്ഞത് ആർക്ക് ദോഷകരമായി ബാധിക്കും? കാറ്റ് ഏത് ഭാഗത്തേക്ക് വീശും? ഇതൊക്കെയാണ്. തീർച്ചയായും എല്ലാ മുന്നണികളും കഴിയുന്നത്ര വോട്ടർമാരെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോളിംഗ് ബൂത്തിൽ എത്തിക്കുവാൻ ശ്രമിച്ച ഒരു വോട്ടെടുപ്പ്. പ്രത്യേകിച്ച് ഈ ജനാധിപത്യ ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലം എന്ന് പറഞ്ഞിട്ട് പോലും കേരളത്തിന്റെ ജനത എന്തുകൊണ്ട് 2019 അതിശക്തമായ ഒരു ഒഴുക്ക് പോളിംഗ് ബൂത്തിലേക്ക് ഉണ്ടായിട്ടില്ല? അതിന്റെ കാരണം ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ പോലെ വലിയൊരു ചൂടുകാലമാണ്. പക്ഷേ ഈ ചൂടിനെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു പ്രചാരണ ആവേശമാണ് ഈ 1 മാസം മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ആവേശം അതിനകത്ത് ഒരല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരല്പം കുറഞ്ഞെന്നേ പറയാവുള്ളൂ, ആ ഒരല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരെ തുണയ്ക്കും, അല്ലെങ്കിൽ ആർക്ക് ദോഷകരമാകും എന്നുള്ള ഒരു ഉത്കണ്ഠ എല്ലാവർക്കും ഉണ്ട്. അപർണ, ഇനിയും അതായത് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴാണ് കണക്ക് വരുന്നത് 71.16 എന്നത്. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ ഒരു കണക്കെടുപ്പുണ്ടാകും. അതായത് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയോ, ആ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തോ? പെട്ടിയിൽ വന്ന വോട്ടിന്റെ കണക്കും പാർട്ടി കണക്കും തമ്മിൽ ടാലി ആകുന്നത് ഏത് തരത്തിലാണ് എന്നൊക്കെയുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വോട്ട് പെട്ടിയിൽ എന്ത് എന്ന ചോദ്യം തന്നെ ഓരോ മണ്ഡലങ്ങളിലൂടെ വോട്ടെടുപ്പിന് ശേഷമുള്ള, അതായത് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും നമ്മൾ സഞ്ചാരം ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഹെവി വെയിറ്റ് പോരാട്ടം നടന്ന ആ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമുണ്ട്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല, അത് ഏത് മണ്ഡലമായിരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. വടകര തന്നെയാണ് ആ പോരാട്ടം നടന്ന മണ്ഡലം. ആ തരത്തിലുള്ള പ്രചാരണമാണ്, അല്ലെ അഭിലാഷ? അങ്ങനെയുള്ള ഒരു പ്രചാരണമാണ് നടന്നത്. പക്ഷേ വടകരയിൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞത് ഒരു 5% കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അപർണ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലവും വടകരയാണ്. അതാണ് 82.67 എന്ന 2019 പോളിംഗ് ശതമാനത്തിൽ നിന്ന് 77.66 എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ പോളിംഗ് ശതമാനം പുറത്തു വരുന്നു, വോട്ടെടുപ്പ് കഴിയുന്നു, അപ്പോഴും വിഷയങ്ങളും വിവാദങ്ങളും ഒന്നും മാറുന്നില്ല. അതോടൊപ്പം നമ്മൾ മറ്റൊരു മണ്ഡലം കൂടി പരിശോധിക്കുന്നുണ്ട്. അത് പൊന്നാനിയാണ്. ഒരു പക്ഷേ ലീഗിന്റെ കോട്ട എന്ന് ആവർത്തിക്കപ്പെടുന്ന, അത് ചരിത്രവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇടതുപക്ഷം പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ ഒരു 3-4 തെരഞ്ഞെടുപ്പോളമായിട്ട് ആ പരീക്ഷണം വിജയിക്കുമോ, അതോ ലീഗിന്റെ ഉരുക്ക് കോട്ട, പൊന്നാപുരം കോട്ട ലീഗിനൊപ്പം തന്നെ നിൽക്കുമോ? ഇതൊക്കെയുണ്ട് ചോദ്യം. ഈ 2 മണ്ഡലങ്ങളാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ MS അനീഷ് കുമാറും അതോടൊപ്പം തന്നെ CV അനുമോദും ചേരും. വിശകലനങ്ങളുമായി മാധ്യമ പ്രവർത്തകരും നമുക്കൊപ്പം ചേരും. വളരെ പ്രധാനപ്പെട്ട പ്രമുഖർ നമുക്കൊപ്പം ചേരുകയും ചെയ്യും. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. വോട്ടെടുപ്പിന് ശേഷം 24 മണിക്കൂർ തികയുമ്പോൾ എന്താണ് വടകര മണ്ഡലത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങളൊന്നും തീരാത്ത മണ്ഡലമാണ്. എന്താണ് പുതിയ മണ്ഡലം?
അപർണ, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് കേരളം പോകുമ്പോഴടക്കം രാഷ്ട്രീയ കേരളം മുഴുവൻ ചർച്ച ചെയ്ത വിഷയം ആയിരുന്നു വടകരയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അവിടുത്തെ ഈ അപവാദ പ്രചരണം. എനിക്ക് തോന്നുന്നു വടകരയിൽ ഉണ്ടായിട്ടുള്ള ആ വിഷയം കേരളത്തിലുടനീളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ ആയുധമാക്കി മാറ്റുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മണ്ഡലത്തിൽ എത്രത്തോളം അത് ചർച്ച ചെയ്യപ്പെട്ടു, അത് വോട്ടിംഗ് ശതമാനത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളതൊക്കെ അത് മറ്റൊരു ചോദ്യമാണ്, അത് അറിയാനിരിക്കുന്ന വിഷയമാണ്. ഏറ്റവും പുതിയ പ്രതികരണം വന്നിരിക്കുന്നത് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്ന്. വലിയ തരത്തിലുള്ള ഒരു വിമർശനം ഷാഫിക്കെതിരെ ഉയർന്നത് കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടിയാണ്. അപ്പോൾ ഷാഫി വൗച്ച് ചെയ്യുന്നത് വർഗീയ പ്രചാരണത്തിന് താൻ ശ്രമിച്ചിട്ടേയില്ല എന്ന പ്രതികരണമാണ് ഇന്നത്തേതായി ഷാഫിയുടെ പുറത്തു വന്നിരിക്കുന്നത്. കാഫിർ എന്ന് വിളിച്ച് വോട്ട് തേടുകയോ മതത്തിന്റെ പിന്തുണ വേണമെന്ന് എങ്ങും ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുകൂടി ഷാഫി പറമ്പിൽ പറയുന്നു. ഈ പ്രചരിക്കുന്ന ഈ സ്ക്രീൻഷോട്ട് വ്യാജ സൃഷ്ടിയാണെന്നും ഷാഫി പറയുന്നു. ഷാഫിയുടെ വാക്കുകൾ തുടങ്ങണം നമുക്ക് വടകര. കൃത്യമായി ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ പരസ്യമായി പറഞ്ഞിട്ടും പിന്നെയും കാഫിർ എന്ന് വിളിച്ചു. അതിൽ ഞാൻ മൗനം പാലിച്ചു. അത് വളരെ സൗമ്യനായി അഭിനയിച്ചു, നിഷ്കളങ്കനായി അഭിനയിച്ചു എന്നൊക്കെ ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒന്നല്ലെങ്കിൽ ഇത് വളരെ ബോധപൂർവം പറഞ്ഞുകൊണ്ടേയിരിക്കാൻ പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കുന്നൊരു കാര്യം, അതല്ലെങ്കിൽ ഇത് ഫേക്കാണെന്ന് പോലും തിരിച്ചറിയാൻ അല്ലെങ്കിൽ തിരിച്ചറിവ് കൊടുക്കാൻ ആളുകൾക്ക് കഴിയും. പക്ഷെ തിരിച്ചറിവ് ഫേക്കാണെന്ന് കൊടുക്കാൻ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആളുകളുടെ പ്രതികരണം തന്നെ എനിക്ക് മനസ്സിലായി. ഈ പോസ്റ്റ് ഇട്ട് അത് ഡിലീറ്റ് ചെയ്ത ആളുകളെ ഇതെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇല്ലാ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാ? റൈറ്റ്. എന്താണ് എങ്കിലും ഷാഫി പറമ്പിൽ ഏറ്റവും ഒടുവിൽ നടത്തിയിട്ടുള്ള പ്രതികരണമാണിത് എങ്കിൽ നേരിട്ട് മറുപടി നൽകിയിരിക്കുന്നു KK ശൈലജ. അതാണ് പറഞ്ഞത്, ആരോപണ പ്രത്യാരോപണങ്ങളൊന്നും കുറയുന്നേയില്ല. ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെടുപ്പ് കഴിഞ്ഞു എന്നുള്ളത് വടകരയ്ക്ക് മാത്രം വിഷയമാകുന്നില്ല. താൻ കാഫിറാണെന്നുള്ള പ്രചാരണം നടത്തിയത് UDF കേന്ദ്രങ്ങളാണെന്നും അങ്ങനെയല്ലെങ്കിൽ അവർ തെളിയിക്കട്ടെ എന്നും KK ശൈലജ ഇന്നും ആവർത്തിച്ചിരിക്കുന്നു. മാത്രമല്ല, സൈബർ കേസുകളിൽ അന്വേഷണം നടക്കുമ്പോൾ സത്യം ബോധ്യമാകും എന്നും KK ശൈലജ പറയുകയാണ്. ഇന്നലെ കാരണം എനിക്ക് കിട്ടിയ പേജ്, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് വെച്ചിട്ട് ഇപ്പം മനസ്സിലാവുന്നത് അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണത് വന്നിട്ടുള്ളതെന്ന്. അത് ഫേക്കാണെന്ന് ഷാഫി പറയുന്നത് കേട്ടു. ഫേക്കാണെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കട്ടെ. ഫേക്കാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ചും കണ്ടത് വെച്ചും ഫേക്ക് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഫേക്കാണോ എന്ന് പരിശോധിച്ചിട്ട് പറയട്ടെ. ഫേക്കാണെങ്കിൽ നമുക്ക് വിരോധമില്ല. ആരോ ഫേക്ക് പേജ് ഉണ്ടാകും. പക്ഷേ അവരുടെ ഒറിജിനൽ അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് പോയിട്ടുള്ളത്. വടകരയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാറും ഒപ്പം മാധ്യമ പ്രവർത്തകൻ A സജീവനും ചേരും ഈ അരമണിക്കൂറിൽ നമുക്കൊപ്പം. ആദ്യം MS അനീഷ് കുമാറിലേക്ക് പോകാം. തീർച്ചയായും. അനീഷ്, ഏറ്റവും ഒടുവിൽ, അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, വോട്ടെല്ലാം പെട്ടിയിലായപ്പോൾ പോലും ഇതാ ഈ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട വാക്പോര് അവിടെ തുടരുകയാണ്. അനീഷിന്റെ ഒരു അസസ്മെന്റിൽ, അതായത് ഇത്തരം പ്രചാരണങ്ങൾ ഒക്കെ ഏത് തരത്തിലാണ് വടകരയിലെ വോട്ടർമാരെ ബാധിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവിടെ ഇതാ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രചാരണമായിരുന്നു വടകരയിൽ നടന്നത്. വടകരയിൽ ഉള്ള ആ പ്രചാരണത്തിന്റെ ഒരു ആവേശം അനീഷ് നേരിട്ട് അറിഞ്ഞതാണ്. എല്ലാ ദിവസവും വലിയ ആൾക്കൂട്ടങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അനീഷ്, ഈ പറഞ്ഞ പോലെ പാനൂർ ബോംബ് സ്ഫോടനമാണെങ്കിലും സൈബർ ആക്രമണമാണെങ്കിലും ഈ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിപ്രഭാവങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഇത് മണ്ഡലത്തിന്റെ അടിത്തട്ടിൽ യഥാർത്ഥത്തിൽ ചർച്ചയായിരുന്നു. തീർച്ചയായും നമുക്ക് വലിയ ആവേശം നിറഞ്ഞൊരു പ്രചാരണം തന്നെയാണ് ഇത്തവണ വടകരയിൽ നടന്നത്. അതിൻ്റെ പ്രതിഫലനം സംസ്ഥാനത്തൊട്ടാകെ ശരാശരിയിൽ മാറ്റം വരുമ്പോഴും ഏറ്റവും ഉയർന്ന പോളിംഗ് നിലനിർത്താൻ വടകരയ്ക്ക് കഴിഞ്ഞു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. 2019 കണക്കൊന്ന് പരിശോധിച്ചാൽ അന്ന് 10,57,440 വോട്ടുകളാണ് സാധുവായി രേഖപ്പെടുത്തിയത്. എന്നാൽ ഇത്തവണ 11,07,881 വോട്ടുകൾ, ഏതാണ്ട് 50,000-ഓളം വോട്ടുകൾ പുതിയതായി, 45,000-ലധികം വോട്ടുകൾ പുതുതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കിൽ മാറ്റം വരുമ്പോൾ പോലും ഈ വോട്ടിംഗ് മെഷീനിൽ പതിപ്പിക്കപ്പെട്ട വോട്ടിൻ്റെ എണ്ണം ഇത്തവണ കൂടുതലാണെന്ന് തന്നെ പറയും. അത് ഇതിൻ്റെ ഒരു വാശിയുടെ ഭാഗം തന്നെയാണ്. ഇനി നിങ്ങൾ ചോദിച്ച വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ ആദ്യം ശൈലജ ടീച്ചറെ പ്രഖ്യാപിക്കുന്നു, പിന്നീട് K മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോയി, പകരം ഷാഫി പറമ്പിൽ എത്തുന്നതോടുകൂടി UDF ക്യാമ്പ് വലിയ ആവേശത്തിലാവുകയാണ് ചെയ്യുന്നത്. ഇരുവരും തമ്മിൽ കേരളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ താര സ്ഥാനാർത്ഥികളായി
രംഗത്ത് വന്നപ്പോൾ തന്നെ സൈബർ അണികൾ ഇക്കാര്യങ്ങൾ ഏറ്റെടുത്തു തുടങ്ങിയിരുന്നു. ഇതിൽ ആദ്യം ശൈലജ ടീച്ചർക്കെതിരെ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രചാരണം ആരംഭിച്ചതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം കാന്തപുരത്തിൻ്റെ അടക്കമുള്ള വ്യാജ പേജുകൾ ഈ ടീച്ചർക്കെതിരെ രംഗത്ത് വന്ന് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള വ്യാജ പേജുകൾ സൃഷ്ടിക്കുക, ടീച്ചർ ലവ് ജിഹാദിനെ പിന്തുണച്ച് സംസാരിച്ചു എന്ന രീതിയിൽ പ്രദർശിപ്പിക്കുക, അങ്ങനെ മുസ്ലിം മേഖലകളിൽ ടീച്ചറെ ഒറ്റപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം വെച്ചുള്ള ചില പ്രചാരണങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്തായാലും ഇത്തരത്തിലെ ആക്രമണത്തിൻ്റെ ഒരു പരിക്ക് എത്രമാത്രം വലുതാവും എന്ന് തിരിച്ചറിഞ്ഞാണ് ടീച്ചർ വൈകാരികമായി ഉള്ള ഒരു വാർത്താ സമ്മേളനം നടത്തുകയും പിന്നീട് കേരളമൊട്ടാകെ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തത്. നമ്മളിൽ പലരും അന്ന് ഒപ്പം സമൂഹ മാധ്യമങ്ങളുമൊക്കെ വലിയ ചർച്ചയായി ഉയർന്നത് അശ്ലീല വീഡിയോ എവിടെ എന്നുള്ള ചോദ്യങ്ങളെ പറ്റിയായിരുന്നു. പക്ഷേ അശ്ലീലത്തിനുപരി ടീച്ചർ ലക്ഷ്യം വെച്ചത് അല്ലെങ്കിൽ LDF ക്യാമ്പ് അന്ന് ലക്ഷ്യം വെച്ചത് തനിക്കെതിരെ വ്യാജ പ്രചാരണം കൃത്യമായി നടക്കുന്നുണ്ട്, അത് അശ്ലീലത്തിലുപരി ഇത്തരം വ്യാജ നിർമ്മിതിയിലൂടെ ഒരു മതവിഭാഗത്തെ തന്നിൽ നിന്നും അകറ്റാനുള്ള നീക്കങ്ങളാണ് എന്ന് കൃത്യമായി ടീച്ചർ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഇതാണ് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസവും ഉണ്ടായത്. കാഫറായ ടീച്ചർ വോട്ട് ചെയ്യരുത് എന്ന രീതിയിലുള്ള പ്രചാരണമാണ് ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഫേസ്ബുക്ക് പേജുകൾ വഴിയൊക്കെ നടന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇത് തിരിച്ചറിയുകയും താൻ കാഫറാണെന്ന് പറഞ്ഞുള്ള പ്രചാരണം നടക്കുമ്പോഴും എതിർ സ്ഥാനാർത്ഥി ഇക്കാര്യത്തിൽ തള്ളി പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല എന്ന പരാതിയാണ് ടീച്ചർ മുന്നോട്ട് വെച്ചത്. ഇതിനാണ് ഇന്ന് വൈകാരികമായി ഷാഫി പറമ്പിൽ മറുപടി പറയുകയും ചെയ്തത്. എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രചാരണം അല്ലെങ്കിൽ ദുഷ്പ്രചാരണം ആദ്യഘട്ടം മുതൽ ഇവിടെ നടക്കുന്നുണ്ട്. അത് കൃത്യമായി ഒരു വശത്തും കൂടെ അനീഷ്, ഒരു ചോദ്യം കൂടെ, ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു പോളറൈസേഷൻ, ഒരു കേന്ദ്രീകരണം, അത് വടകരയെ കൃത്യമായിട്ട് ബാധിക്കും വോട്ടുകളെ ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം. മറ്റൊന്ന്, ആ മേഖലയിൽ നിന്നുള്ള വോട്ടിംഗ് ശതമാനം അതിപ്പോൾ അനീഷിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല എങ്കിൽ പോലും ഇപ്പോൾ ഈ തിരുവനന്തപുരത്തൊക്കെ 2019 പോലെയുള്ള കാലഘട്ടത്തിലും അതിനു മുമ്പുമൊക്കെ നമ്മൾ കണ്ടതാണ് തീരദേശ മേഖല കൂട്ടത്തോടെ വോട്ട് ചെയ്യുകയും അങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ശശി തരൂരിന് അവിടെ വിജയിച്ച് നിൽക്കാൻ സാധിച്ചത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിന് സമയമായിട്ടുണ്ടോ അനീഷ്? തീർച്ചയായും കൃത്യമായ കണക്കുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൽ 77.91% വോട്ടുകളാണ് രേഖപ്പെടുത്തുക. പക്ഷേ ഇന്നലെ രാത്രി വൈകി 11:43 ആയപ്പോഴാണ് അവസാനത്തെ ബൂത്തിലെ വോട്ട് പോൾ ചെയ്യപ്പെട്ടത്. അതിനു മുമ്പ് പരക്കെ വിചാരിച്ചിരുന്നത് ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൊക്കെ താരതമ്യേന, അതായത് പ്രത്യേകിച്ചും UDFന് സ്വാധീനമുള്ള മേഖലകളിൽ താരതമ്യേന കുറഞ്ഞ വോട്ടാണ് രേഖപ്പെടുത്തിയിരുന്നതെന്നാണ്. പ്രത്യേകിച്ചും നാദാപുരം പോലുള്ള ഇടങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ, വടകര പോലുള്ള ഇടങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ KK രമേശ് പോലുള്ളവർ പങ്കുവെക്കുകയും ചെയ്തു. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ഇത്തരം ബൂത്തുകളിൽ രാത്രി വൈകിയും ആളുകൾ ബൂത്തിൽ നിൽക്കുകയും 11:30-ായാണ് അവിടുത്തെ പലയിടത്തെയും വോട്ടിംഗ് പൂർത്തിയാകുകയും ചെയ്തത്. എന്തായാലും അവസാന കണക്ക് വരുമ്പോൾ ഏറെ രസകരമായത് കണ്ണൂരിൻ്റെ ഭാഗമായി വരുന്ന ഇടങ്ങളിൽ 77%, 76% ഒക്കെ മാത്രമാണ് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടത്. എന്നാൽ നാദാപുരത്ത് 78.29% വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. വടകരയിൽ 79.8% വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. കൊയിലാണ്ടിയിൽ 76.72. അതായത് ഈ CPM ഏറെ പ്രതീക്ഷ വെക്കുന്ന ഇടങ്ങളെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ UDF ആരോപണം ഉന്നയിച്ച ഇടങ്ങളെക്കാൾ കൂടുതൽ പോളിംഗ് നടന്നത് ഇത്തരം ന്യൂനപക്ഷ മേഖലകളിൽ തന്നെ ആണ് എന്നതാണ് ഏറെ കൗതുകം. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അനീഷ്, ഇന്നലെ വോട്ട് ചെയ്യണ സമയത്ത് പോലും നമ്മൾ ചോദിക്കുകയാണ്, ഒരു 6 മണി വരെ ആകുമ്പോൾ പോലും വടകരയിൽ വിചാരിച്ച പോളിംഗ് ഉണ്ടാകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ വലിയ ക്യൂ ആണെന്ന് അനീഷ് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിഫലിച്ചിട്ടുണ്ട്. ആണോ അവിടെ മന്ദഗതിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്, വോട്ടെടുപ്പ് അട്ടിമറിക്കുന്നു എന്ന ആരോപണമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നതാണ്. ഓക്കെ, റൈറ്റ്. നമുക്ക് വിശകലനങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സമയത്തിൽ കൂടി വളരെയധികം നന്ദി. MS അനീഷ് കുമാർ വടകരയിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിശകലനങ്ങൾ നമുക്കൊപ്പം നടത്തിയത്. മാധ്യമപ്രവർത്തകൻ A സജീവൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ A സജീവൻ, വലിയ രീതിയിലുള്ള വലിയൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വടകരയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് UDF വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ ഇത് 2019 തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്കുള്ള ചില ഫാക്ടറുകൾ കൃത്യമായി ഇതിനകത്തുണ്ട്. അത് RMP ഫാക്ടർ അല്ല, അത് അക്രമ രാഷ്ട്രീയം എന്നുള്ള ഫാക്ടർ അല്ല, അത് ഇടത് വലത് രാഷ്ട്രീയമല്ല, അതല്ലാത്ത ചില ഫാക്ടറുകൾ ഇതിനകത്ത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മുന്നണിക്ക് ഒരു പണമിട മുൻതൂക്കം കൊടുക്കുന്നുണ്ടാകും താങ്കൾ? നമ്മൾ തുടക്കത്തിൽ വടകരയുടെ ഒരു ചരിത്രം നോക്കുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ പല ആളുകളും പ്രവചിച്ചിരുന്ന ഒരു കാര്യം, വടകര LDFന് അനുകൂലമാണ് എന്നാണ്. സ്വാഭാവികമായിട്ട് അതിനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു.
ശൈലജ ടീച്ചറും KM മുരളീധരനുമാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ ശൈലജ ടീച്ചർ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇത്തവണത്തെ സ്ഥാനാർത്ഥി KM മുരളീധരനല്ല, പകരം ഷാഫിയാണ്. ഈ ഒരു വ്യത്യാസം ഞാൻ പറയാൻ കാരണം, വടകരയുടെ തുടക്കം മുതലുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത് LDFും UDFും തമ്മിൽ വലിയ അന്തരമൊന്നുണ്ട്. 2-3% വ്യത്യാസമുണ്ട്. പല ഘടകങ്ങൾ വരുന്നതിനനുസരിച്ച് അത് മാറി മാറി വരാറുണ്ട്. KP ഉണ്ണികൃഷ്ണൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് എസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് LDFിനോട് ഒപ്പം നിന്ന് ജയിച്ചിട്ടുണ്ട്. തുടർച്ചയായ വിജയം നേടിക്കൊണ്ടിരുന്ന ആളാണ് KP ഉണ്ണികൃഷ്ണൻ. അതിനുശേഷം അവിടെ പ്രേമചന്ദ്രൻ ടീച്ചർ 2 തവണ ജയിക്കുന്നു, സജീദേവ് ജയിക്കുന്നു, O ഭരതൻ ഗംഭീരമായ വോട്ട് ഷെയർ വാങ്ങിയിട്ടാണ് 53% വോട്ട് ഷെയറോട് കൂടിയിട്ടാണ് O ഭരതൻ ജയിക്കുന്നത്. ഇങ്ങനെ ഈ നേട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ടത്, അതിനുശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ച് വലിയ നേട്ടമുണ്ടാക്കുന്നു. അതുണ്ടാക്കിയതുപോലെ അല്ല രണ്ടാമത് മുല്ലപ്പള്ളിയുമായിട്ട് ഷംസീർ 2014 മത്സരിച്ചപ്പോൾ ഉണ്ടായത്. ആദ്യത്തെ തവണ മുല്ലപ്പള്ളിക്ക് ഗംഭീരമായ വിജയമുണ്ടായെങ്കിൽ രണ്ടാമത്തെ തവണ അദ്ദേഹം തട്ടിക്കൂട്ടി എങ്ങനെയോ കടന്നുകൂടുകയായിരുന്നു. അതിന് പ്രധാന കാരണം, ആകെ ഇവർ തമ്മിലുള്ള അന്നത്തെ വോട്ട് ഷെയറിലെ വ്യത്യാസം 43-44 ഇടയിലുള്ള വോട്ട് ഷെയർ ആണുള്ളത്. ആകെ ഒരു 0.4% വ്യത്യാസം മാത്രമാണ് ജയിച്ച മുല്ലപ്പള്ളിക്കും പരാജയപ്പെട്ട ഷംസീറും തമ്മിലുണ്ടായിരുന്നു. അതിന് പ്രത്യേകതയുള്ളത്, നേരത്തെ തന്നെ ഇവിടെ വിശകലനം ചെയ്തതുപോലെ കുറ്റ്യാടി, നാദാപുരം മേഖലകളിലൊക്കെയുള്ള മുസ്ലിം വോട്ടുകൾ, അവിടെ നമ്മളിതൊക്കെ പറയുമ്പോഴും മറ്റേത് ഘടകത്തെക്കാൾ കൂടുതൽ അവിടെ സ്വാധീനം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഗതി മുസ്ലിം വോട്ടാണ്. ഇവിടെ എന്തുകൊണ്ടാണ് നേരത്തെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ, ശൈലജ ടീച്ചർ കാഫറാണെന്നുള്ളതും ഈ ഷാഫി ദീനിയായിട്ടുള്ള മുസ്ലിമാണ് എന്നുള്ളതൊക്കെ, ആ പ്രചരണങ്ങളൊക്കെ അത് അറിഞ്ഞുകൊണ്ട് അറിയാതെ ഫേക്കാണോ അല്ലെ എന്നുള്ള കാര്യങ്ങളൊക്കെ വേറെ. അത് പ്രചരിച്ചിട്ടുണ്ട് എങ്കിൽ നേട്ടം സ്വാഭാവികമായിട്ടുണ്ടാവും. 2014 മുല്ലപ്പള്ളി കഷ്ടിച്ച് കടന്നുകൂടി. പക്ഷെ അതേ സമയത്ത് അതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി ഗംഭീര വിജയമായിരുന്നു. 2019 വിജയം കിട്ടുന്ന സമയത്ത് ഉള്ള കാര്യം കൂടി നോക്കണം. ആ സമയത്ത് TP ചന്ദ്രശേഖരൻ RMPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നുണ്ട്. മുല്ലപ്പള്ളി മത്സരിച്ച അതേ മണ്ഡലത്തിൽ സജീദേവിക്കെതിരെ TP ചന്ദ്രശേഖരൻ മത്സരിക്കുന്നുണ്ട്. CPMന്റെ വോട്ടുകളിൽ വലിയൊരു വിള്ളലുണ്ടാക്കാൻ ചന്ദ്രശേഖരൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് 2012 ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലുന്നത്. ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം നടന്ന 2 വർഷം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് അതിന്റെ വലിയ ഒരു വലിയ പ്രകമ്പനം ഉണ്ടാവേണ്ടതാണ്. ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 0.34% വ്യത്യാസം മാത്രം. 43% രണ്ടു കൂട്ടർക്കും പറഞ്ഞാൽ വലിയ വ്യത്യാസമില്ലാതെ കിട്ടിയിട്ടുള്ളത്. അതിന്റെ കാരണം അവിടെ സാമുദായികമായിട്ടുള്ള ഒരു ധ്രുവീകരണം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് അതിലൊരു സംശയം ശ്രീ എ സജീവൻ, ഈ പാർട്ടി കേന്ദ്രീകൃതമായിട്ടുള്ള ചില മണ്ഡലങ്ങൾ ഉണ്ടല്ലോ, നിയമസഭാ മണ്ഡലങ്ങൾ വടകരയ്ക്കകത്ത് തന്നെ, അവിടെ പോലും ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ട്. പാർട്ടി, അതായത് ഇടതുകോട്ട എന്ന് പറയപ്പെടുന്ന മണ്ഡലങ്ങളിൽ പോലും അങ്ങനെ ഒരു, അതെ, അവിടെ പോലും ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം മറ്റൊരു തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ UDFന് ഗുണകരമാകും. അങ്ങനെ ഒരു വിലയിരുത്തൽ കൂടിയാണോ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞത്, ഈ 2009-14 തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. കാരണം 2009 ഈ നേട്ടമുണ്ടാക്കിയ മുല്ലപ്പള്ളിക്ക് എന്തുകൊണ്ട് 2014 ഉണ്ടാക്കാൻ പറ്റും? അവിടെ കുറെ കൂടി സ്വാധീനിക്കാവുന്ന ഘടകമായിരുന്നു ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. 51 വെട്ടിയിട്ട് ചന്ദ്രശേഖരനെ കൊന്നു എന്ന സംഗതി. അതിൽ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ആരോപണ വിധേയരായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ഈ തരത്തിലുള്ള ഒരു കൺസോളിഡേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയമില്ല. ഇത്തവണ നമുക്ക് നോക്കാം, മറ്റുള്ള ഈ കുറെ സതീദേവിക്ക് ശേഷം മത്സരിച്ച CPMന്റെ സ്ഥാനാർത്ഥികൾ എല്ലാവരും അവരെക്കാളൊക്കെ അധികം മണ്ഡലത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ മത്സരിക്കുന്ന സമയത്ത്
ഇവിടെ പല ചാനലുകളും അവർ വളരെ നേരത്തെ തന്നെ നടത്തിയ സർവേയിൽ വടകര LDF-നൊപ്പം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. മുരളീധരനാണെങ്കിൽ ഉറപ്പാണ്, മുരളീധരനാണെങ്കിൽ അവർ ജയിക്കുന്ന കാര്യം സംശയമില്ല. പക്ഷേ ഈ ഒരു വ്യത്യാസമുണ്ട്, അതിന് വേണ്ട പ്രചരണങ്ങൾ നടന്നുകൊണ്ടാണ്. 2-3 ആ പ്രചരണങ്ങളൊക്കെ അത് ഷാഫി നടത്തിച്ചതാണോ, ഷാഫി നടത്തിയതാണോ, UDF നടത്തിയതാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ആ പ്രചരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അത്തരം പ്രചരണങ്ങൾ കുറച്ചെങ്കിലും അവിടെ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ AP അബൂബക്കർ മുസ്ലിയാരുടെ പേരില് AP അബൂബക്കർ മുസ്ലിയാർ അവരുടെ സംഘടന AP ഗ്രൂപ്പ് സുന്നികൾ പരസ്യമായി തന്നെ ഏതാണ്ട് അവരുടെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാണ് നമ്മൾ ആരോടൊപ്പമാണെന്നുള്ളത്. അത് സജീവൻ, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ഒരു പ്രചാരണം, ഇപ്പോൾ ഈ ദിവസം ഇന്ന് എനിക്ക് തോന്നി വോട്ടെടുപ്പിന് ശേഷം വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വടകരയിലെ ഇടതുപക്ഷത്തിന് ഒരു തോൽവിയിലേക്ക് കടക്കുകയാണെങ്കിൽ അതൊരു കൃത്യമായിട്ടുള്ള ഒരു വർഗീയതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണമായിരിക്കും എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും മറ്റൊരു തരത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയിലേക്ക് പോകുന്നുണ്ട് കാര്യങ്ങൾ എന്നുകൂടിയാണോ? അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും സാമുദായികമായിട്ടുള്ള ഘടകം മാത്രമാണ് വടകരയില് LDF-ന് വിരുദ്ധമായിട്ട് LDF-നെ തോൽപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഞാൻ വേറൊന്നും വെച്ചുകൊണ്ട് പറയുന്നില്ല. ആ ഒരു ഘടകം മാത്രമാണ് ഇത്രയും ഞാൻ 57-ലെ തെരഞ്ഞെടുപ്പ് മുതലുള്ള ചരിത്രം വിശകലനം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോഴൊക്കെ ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. അപ്പോഴൊന്നും ഈ വടകരയിൽ ഒരിക്കൽ പോലും ഇത്തരത്തിൽ വർഗീയ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈവൻ ഷംസീർ മത്സരിച്ച സമയത്ത് പോലും വർഗീയ പ്രചരണം അടിത്തട്ടിലുണ്ടായിട്ടെന്ന് നമുക്കറിയില്ല, പരസ്യമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവിടെയൊക്കെ ഈ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് പോലും അതിലൂടെ ഒരു 10-20% അനുകൂലമായിട്ട് വരേണ്ടതാണ്. CPM വിരുദ്ധ വോട്ടുകൾ അവിടെ ഉണ്ടാവേണ്ടതാണ്. എന്നിട്ട് പോലും അവിടെ ഉണ്ടായില്ല. അതിനെ ഇവിടെ തുടക്കം മുതൽ തന്നെ ഈ പ്രചരണത്തിന്റെ കാര്യമുണ്ട്. അത് ആര് ചെയ്തു, എന്ത് ചെയ്തു നമുക്കറിയില്ല. എന്തായാലും സാമുദായികമായിട്ടുള്ള സ്വാധീനം അവിടെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെ മറികടക്കാൻ വ്യക്തിപ്രഭാവം കൊണ്ടോ CPM-ന്റെ സംഘടനാശേഷി കൊണ്ടോ LDF-ന് കഴിയുമെങ്കിൽ അത് അവിടെ അങ്ങനെ അതിന്റെ പേരിൽ മാത്രമായിരിക്കും ശൈല ടീച്ചർക്ക് ജയിക്കാനുള്ള ഏക സാധ്യത. ഓക്കെ, റൈറ്റ്. ഏതായാലും വടകരയിൽ നിന്നുള്ള വളരെ കൃത്യമായ നിരീക്ഷണം തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇത് തെരഞ്ഞെടുപ്പിന് ശേഷവും പല വിഷയങ്ങൾ ഇതിനകത്ത് ചർച്ചയായി വരും എന്നുള്ളത് തീർച്ചയായും. അതോടൊപ്പം തന്നെയായിരുന്നു അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നത് വടകരക്കാരൻ തന്നെയാണ് എങ്കിലും ഈ BJP വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന തരത്തിലുള്ള നിരീക്ഷണം. ഒരു യുവ നേതാവായിട്ട് പോലും ആ രീതിയിലേക്ക് BJP, പക്ഷേ അത് മനഃപൂർവമായ ഒരു വിട്ടുനിൽക്കൽ ആയിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ആ കണക്ക് തെറ്റാണോ എന്ന് പറയില്ല. പക്ഷെ പ്രാഥമികമായ അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ പാറ്റേണും ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ വടകര എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു അപർണ, ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിൽ നിന്നുള്ള വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ വടകര. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്രമ രാഷ്ട്രീയം, അത് ഇതിനിടയിൽ ഒരു ബോംബ് പൊട്ടിയത് പാനൂരിലാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലത്തിലെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവസാനം ഇത് മതത്തിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ജയപരാജയം ആർക്കാണെങ്കിലും ഇത് ചർച്ചയാകും, വീണ്ടും പല ചോദ്യചിഹ്നങ്ങളും ഉയർത്തുകയും ചെയ്യുമെന്ന തർക്കമില്ല. ഇനി നമുക്ക് പോകേണ്ടത് പൊന്നാനിയിലേക്കാണ്. വലിയ അട്ടിമറിക്കൊന്നും സാധ്യതയില്ലാത്ത ഒരു മണ്ഡലം. 77 തൊട്ട് ലീഗ് അല്ലാതെ ഒരാൾ പോലും പൊന്നാനിയിൽ നിന്ന് പാർലമെന്റിലേക്ക് പോയിട്ടില്ല. ഇത്തവണ 2009 തൊട്ട് വലിയ പരീക്ഷണങ്ങൾ നടത്തുകയാണെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിന് ആ ഒരു അവകാശവാദം 2024 ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ചോദ്യമാണ്. നമുക്ക് പൊന്നാനിയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. Political Grand Finale, co-presented by Berger Paints,
100 years of trust. Educational partners. IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future, with Jain deemed to be University, Kochi. റൈറ്റ്. നമ്മൾ വടകരയിൽ നിന്ന് ഇനി പൊന്നാനിയിലേക്കാണ്. പക്ഷേ അവന് എനിക്ക് തോന്നുന്നു ഈ വടകരയിലേതുപോലെ അങ്ങനെ ഒരു സംഭവ ബഹുലമായിരുന്നു വലിയ ട്വിസ്റ്റും അട്ടിമറിയൊന്നും പ്രതീക്ഷിക്കാനില്ല. അതിപ്പം വലിയ രീതിയിലുള്ള പ്രതീക്ഷകളൊക്കെ മുന്നണികൾക്കുണ്ടാകും. പക്ഷേ വലിയ അട്ടിമറികളുടെ ചരിത്രമില്ല. കേരള സംസ്ഥാനം രൂപീകരിച്ച് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 18 തെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പ് അടക്കം 3 തവണ മാത്രമാണ് ഇടത് പ്രതിനിധികൾ പൊന്നാനിയിൽ നിന്ന് പാർലമെന്റിൽ പോയിരിക്കുന്നത്. 77 ശേഷം ഒരൊറ്റ ഒരാളും ലീഗുകാരനല്ലാത്ത ഒരാളും, അതായത് കോണി കയറി അല്ലാതെ ആർക്കും പാർലമെന്റിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷെ അപ്പോഴും ഈ പൊന്നാനിയിലെ വോട്ടിംഗ് ശതമാനം 2019 അത് 74.98 ആയിരുന്നു. ഇപ്പോൾ 69.04 അപ്പൊ എനിക്ക് അതായത് ഒരു പക്ഷേ ഈ ദേശീയ തലത്തിലടക്കം ചർച്ച ചെയ്യപ്പെട്ട പല വിഷയങ്ങളുണ്ടല്ലോ, ഏകീകൃത സിവിൽ കോഡ് പോലുള്ള വിഷയങ്ങൾ, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിഷയം, അത്തരം വിഷയങ്ങളൊക്കെ ഒരു പരിധിവരെ പ്രതിഫലിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ്. പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങൾ സ്വാഭാവികമായും. പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് വീണ്ടും ഈ വോട്ടിംഗ് നില കുറഞ്ഞത് എന്ന സംശയമുണ്ട്. അതിലേക്ക് നമുക്ക് വരേണ്ടത് അനുമോദിലേക്കാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അതായത് പൊന്നാനിയിൽ ആര് ജയിച്ചാലും നേരിയ ഭൂരിപക്ഷം മാത്രമായിരിക്കും എന്നാണ് LDF സ്ഥാനാർത്ഥി KS ഹംസ പറയുന്നത്. സമസ്തയുടെയും പരമ്പരാഗതമായി ലീഗിന് പോകുന്ന വോട്ടുകളും തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള അവകാശവാദം കൂടി ഇടതുപക്ഷ സ്ഥാനാർത്ഥി നടത്തി. റൈറ്റ്, നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടു നോക്കാം. നമസ്കാരം ശ്രീ KS ഹംസ. ഇപ്പോൾ പൊന്നാനിയിലെ പോളിംഗ് ശതമാനത്തിലെ കുറവാണ് രാവിലെ മുതൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? കാര്യം ഇപ്പോൾ 70% 69% ഈ നിലവിലുള്ള കണക്ക്. ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണെന്ന് കരുതുന്നുണ്ടോ? ഏറെക്കുറെ പറഞ്ഞാൽ നമുക്ക് അനുകൂലമാണ്. എല്ലാം പെട്ടിയിലേക്ക് കിടക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു എക്സാഗറേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. പെട്ടിയിലുള്ള സാധനങ്ങളോട് മറിഞ്ഞു പോയില്ലല്ലോ, അതവിടെ കിടക്കുന്നുണ്ടല്ലോ. കാണാൻ പോണ പൂരം ചോദിച്ചറിയണ്ടെന്ന് പറയും അതവിടെ. പക്ഷേ ഏറെക്കുറെ നമുക്ക് അനുകൂലമാണ് പോളിംഗ് കുറഞ്ഞത്. എന്നാൽ കുറച്ചൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായ വോട്ടും ചെയ്യാതെ പോയിട്ടുണ്ടാവാം. അതൊരു സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ മീഡിയയുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും വസ്തുനിഷ്ഠമായി സംസാരിക്കണമല്ലോ. അതുകൊണ്ട് പറയുന്നതാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായ കുറച്ച് വോട്ടും ചെയ്യാതെ പോയിട്ടുണ്ട്. എന്നാൽ അത് സ്വാഭാവികമായി ചെയ്യാതെ പോകുന്ന ചില കാര്യങ്ങൾ അശ്രദ്ധയോടുകൂടി ആ പ്രതീക്ഷ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ മുന്നിൽ നിന്ന് വരുമ്പോൾ UDF-നും അതേ പ്രതീക്ഷ. സാധാരണ നിലയിലുള്ള ഒരു പ്രതികരണമല്ല എന്തായാലും അദ്ദേഹം നടത്തുന്നത്. സാധാരണ വിജയം ഉറപ്പിക്കുന്നു എന്ന തരത്തിലാണ് സാധാരണ. ഇതിപ്പോൾ ഏറെക്കുറെ എന്ന പ്രയോഗമാണ് അദ്ദേഹം നടത്തുന്നത്. അതേസമയം മറുപാളയത്തിൽ അല്ലെ UDF-ൽ എന്താണ് സംഭവിക്കുന്നത്? 20 സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.S. സലാം. മാർക്സിസ്റ്റ് പാർട്ടി എന്തൊക്കെ അടവുകൾ പ്രയോഗിച്ചാലും കേരളത്തിൽ UDF വിജയിക്കും. പൊന്നാനിയിൽ ഇത്ര നല്ല രാഷ്ട്രീയ സാഹചര്യം മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി ലീഗിന്റെ ഭാഗത്തുനിന്ന് PM.S. സലാമിന്റെ വാക്കുകളിലേക്ക് പോകാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈസി വാക്ക് ഓവറിന്റെ രൂപത്തിലാണ് തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്നത്. ജൂൺ 4 വോട്ടെണ്ണി കഴിയുമ്പോൾ UDF പറയുന്നത് 100% ശരിയാണ് എന്ന് തെളിയിക്കപ്പെടും. ഞങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലാണ് തെരഞ്ഞെടുപ്പ്. അതിൽ ഞങ്ങൾ പറയുന്നു മാർക്സിസ്റ്റ് പാർട്ടി എന്തൊക്കെ അടവുകൾ പ്രയോഗിച്ചാലും കേരളത്തിലെ 20 സീറ്റിൽ UDF ജയിക്കും. പൊന്നാനിയിലും മലപ്പുറത്തും മുസ്ലിം ലീഗിന്റെ UDF-ന്റെ ഭൂരിപക്ഷം വർദ്ധിക്കും. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, പ്രധാനമായിട്ട് അനുമോദ് ഇടത് സ്ഥാനാർത്ഥിയോട് ചോദിച്ച ചോദ്യം തന്നെയാണ്. ആ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആരെയാണ് ബാധിക്കുന്നത്? അത് ആർക്കാണ് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്? അപർണ, അഭിലാഷ്, ഇന്നിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പോളിംഗ് ശതമാനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഇവാലുവേഷനും അതിൻ്റെ വിലയിരുത്തലും ഒക്കെ തന്നെ പ്രാഥമികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, പൊന്നാനിയിൽ വലിയ ഒരു അട്ടിമറി ജയത്തിന് സാധ്യത വളരെ കുറവാണ്. അതായത് വ്യക്തിപരമായിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു അഭിപ്രായമാണ്, പാർട്ടിയുടെ അഭിപ്രായമല്ല. പൊതുവെ ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അങ്ങനെ ആകണമെന്നില്ല സാധ്യത.
ഒരു അട്ടിമറിക്ക് സാധ്യത കുറവാണ്. അവിടെ നേരത്തെ ഹംസ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം ഇനി അഥവാ ഒരു അട്ടിമറി ഉണ്ടാവുകയാൽ തന്നെ അതൊരു 20,000-നും 30,000-നും ഇടയ്ക്കുള്ള ചെറിയ ഒരു മാർജിനുള്ള ജയമായിരിക്കും ഉണ്ടാവുക. ഇവിടെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത്. ഒന്ന്, സമസ്തയുടെ വോട്ടുകൾ അത് എൻ ബ്ലോക്കായിട്ട് ഇടതുപക്ഷത്തിന് ലഭിച്ചു എന്നൊരിക്കലും പറയാൻ കഴിയുകയില്ല. അവിടെ ഒരുപക്ഷെ ഈ പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു കാരണം സമസ്തയുടെ വോട്ട് പൂർണ്ണമായിട്ടും പോൾ ചെയ്യാത്തതാകാം. അതൊന്ന് സാധ്യതയാണ്. 2, ഇതിലൊരു ഭാഗം വോട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ലഭിച്ചിട്ടുണ്ടാകാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ പൂർണ്ണമായിട്ട് പോൾ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. കാരണം പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും വേരുറപ്പുള്ള ഒരു മണ്ഡലമാണ് പൊന്നാനി നിയമസഭാ മണ്ഡലം. അവിടെയാണ് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനമുള്ളത്, 64%. ഇത് ഇടതുപക്ഷത്തെ വലിയ ആശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ തീരദേശ മേഖലയിൽ ഈ വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്തിട്ടില്ല എന്നൊരു വിലയിരുത്തൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെ ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുന്നത് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഈ വേണ്ട പോലെ പോളിംഗ് നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ്. മൂന്നാമതായിട്ട് അത് UDF ബാധിക്കുന്ന ഒന്നാണ്. UDFിൻ്റെ വോട്ട് ബാങ്കുകളിൽ പ്രധാനമായിട്ടും കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് തൃത്താലയും പൊന്നാനിയും തവനൂരും. ഇവിടെ നിന്നും UDFന് ലഭിക്കേണ്ട കോൺഗ്രസ് വോട്ടുകൾ പൂർണ്ണമായിട്ടും ലഭിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തലുണ്ട്. അത് BJPക്ക് അനുകൂലമായിട്ട് പോയി എന്നൊരു കണക്കാക്കലാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അങ്ങനെ ഒരു വോട്ട് ചോർച്ച ഈ കോൺഗ്രസിൽ നിന്നും BJPയിലെ ഉണ്ടെങ്കിൽ അവിടെ ചെറിയ സാധ്യത ഇടതുപക്ഷം കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആശങ്കയിലാക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം, ഒന്ന്, സമസ്തയുടെ വോട്ടുകൾ വിചാരിച്ചതുപോലെ മുഴുവനായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ലഭിച്ചിട്ടില്ല എന്നൊരു പ്രാഥമിക വിലയിരുത്തൽ. 2, ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ പൂർണ്ണമായിട്ടും പോൾ ചെയ്തിട്ടില്ല എന്നൊരു കണക്കാക്കൽ. ഈ 2 സാഹചര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കണക്കാക്കിയ വോട്ടുകളിൽ എത്ര, അതായത് ഈ മറ്റു മതവിഭാഗങ്ങളിൽ നിന്നും മുസ്ലിം സാമുദായിക സംഘടനകളിൽ നിന്നും കണക്കാക്കിയ വോട്ടുകളിൽ എത്ര ശതമാനം ലഭിച്ചു എന്ന കൃത്യമായൊരു ധാരണ ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വലിയ ഒരു ഭൂരിപക്ഷത്തിലുള്ള വിജയം ഇടതുപക്ഷം ഒരിക്കലും ഇത്തവണ UDFന് ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നില്ല. തോൽവിയാണെങ്കിലും ജയമാണെങ്കിലും അതൊരു മിനിമൽ മാർജിനാണ്. അതായത് ഒരു 20,000-നും 30,000-നും ഇടയ്ക്ക് ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോഴും അനുമോദന ഭാഗത്ത് 24 മണിക്കൂർ കഴിയുമ്പോൾ പൊന്നാനിയിൽ ഒരു അട്ടിമറിക്ക് സാധ്യതയില്ല. അങ്ങനെ ഒരു അട്ടിമറി ജയത്തിനുള്ള സാധ്യത വളരെ തീർച്ചയായും. അതായത് ഹംസയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ വോട്ടുകൾ പിളർത്താൻ പറ്റുമെന്ന ചില സാഹചര്യങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. പക്ഷേ അത് എത്രത്തോളം ഈ സമദാനിയോടുള്ള, അതായത് ലീഗ് പ്രവർത്തകർക്ക് വേണ്ടത്ര തൃപ്തിയില്ല എന്ന തരത്തിലൊക്കെയുള്ള ചില റിപ്പോർട്ടുകളും ഒരു ഘട്ടത്തിലൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ എന്തായാലും വ്യത്യസ്തമായൊരു സാഹചര്യം ആണ് എന്ന് പറയുമ്പോൾ തന്നെ വലിയ അട്ടിമറിക്ക് ഒരു വിശകലനം കൂടെ ബാക്കിയുണ്ട്. നമുക്ക് KPO റഹ്മത്തുള്ള മാധ്യമപ്രവർത്തകൻ കൂടെ നമുക്കൊപ്പം ചേരും. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിലേക്ക് എത്താം. ചെറിയ ഇടവേള. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. പൊന്നാനി മണ്ഡലത്തിലെ വിശകലനങ്ങളിലേക്ക് കടക്കുമ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ KPO റഹ്മത്തുള്ള നമുക്കൊപ്പം ചേരുന്നു. ശ്രീ റഹ്മത്തുള്ള, അതായത് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ സാധിക്കുമെന്നും അങ്ങനെ ഒപ്പം നിർത്തിയാൽ വിജയിക്കാൻ സാധിക്കുമെന്നും ലീഗിന്റെ കോട്ടകൾ പോലും വേണമെങ്കിൽ ഇളക്കാൻ സാധിക്കും എന്നുമുള്ള ഒരു ആത്മവിശ്വാസം ഇടതുപക്ഷത്തിനുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കണ്ടതുമാണ്. പക്ഷേ പൊന്നാനിയിലേക്ക് എത്തുമ്പോൾ ആ പ്രതീക്ഷകൾ ഇടതുപക്ഷത്തിന് നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ടോ? പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ പ്രതികരണത്തിൽ തന്നെ പറയുന്നത് ഏറെക്കുറെ അനുകൂലം എന്ന് മാത്രമാണ്.
തൃത്താലയാണെങ്കിലും താനൂരാണെങ്കിലും തവനൂരാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടുകൾക്കാണ് വിജയിക്കാൻ കഴിഞ്ഞത്. 970 വോട്ടിനാണ് മന്ത്രി വി അബ്ദുറഹിമാൻ ജയിച്ചത്. അതുപോലെ തവനൂർ KT ജലീൽ ജയിച്ചതും 3000-ൽ താഴെയാണ്. MP രാജേഷ് തൃത്താലയിൽ ജയിച്ചത്. 4 മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പൊന്നാനി മാത്രമാണ് വലിയ മെജോറിറ്റി ഉള്ളത്. എന്നാൽ ആ മെജോറിറ്റിയെ മറികടക്കാൻ തിരൂരങ്ങാടിയുടെയും കോട്ടക്കലിന്റെയും ബലത്തിൽ UDF കഴിയുമെന്നാണ് കരുതുന്നത്. മാത്രമല്ല, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് പോളിംഗ് ശതമാനത്തിൽ 1 ലക്ഷത്തോളം വോട്ടുകൾ ചെയ്യപ്പെടാതെ പോയി എന്നതാണ്. മാത്രമല്ല, നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് സമദാനിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണങ്ങൾ ഇത്രയും കാലമില്ലാത്ത രൂപത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ കോൺഗ്രസ് വളരെയേറെ സജീവമായി തന്നോടൊപ്പം നിന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെയും പ്രാധാന്യം മറ്റ് ലീഗ് നേതാക്കൾ പറയാത്ത രൂപത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി താൻ എല്ലാ പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, മണ്ഡലത്തിലെ NSS, SNDP എന്നു തുടങ്ങി ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ട വോട്ടുകൾ കൂട്ടത്തോടുകൂടി തനിക്ക് കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഇത്രയും കാലം തനിക്ക് കിട്ടാതിരുന്ന SDPI വെൽഫെയർ പാർട്ടികളുടെ വോട്ടുകൾ തന്റെ വ്യക്തിപ്രഭാവം കൊണ്ടും അവരുടെ നിലപാടുകൾ കൊണ്ടും തനിക്ക് തന്നെ ലഭിക്കുമെന്നും 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വിജയിക്കുമെന്നുമാണ് മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നത്. അപ്പോഴും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പൗരത്വ പ്രക്ഷോഭവും പൗരത്വ ബില്ലും ഒക്കെ വിഷയമാക്കിയെങ്കിലും അതിലപ്പുറം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് 3 പത്രസമ്മേളനങ്ങളിലും KS ഹംസ ഉന്നയിച്ചത്. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വവും എതിർ സ്ഥാനാർത്ഥി സമദാനിയും പരസ്യമായ ഒരു സംവാദത്തിനുണ്ടോ എന്ന വെല്ലുവിളിയും അദ്ദേഹം നിരന്തരം ഉയർത്തിയിരുന്നു. എന്ന് മാത്രമല്ല, വികസന രംഗത്ത് എന്താണ് മുസ്ലിം ലീഗ് ഇത്രയും കാലം ചെയ്തത് എന്ന ചോദ്യം അദ്ദേഹം എല്ലായ്പ്പോഴും ചോദിച്ചിരുന്നു. ഈ വിഷയങ്ങളിലൊന്നും തന്നെ KS ഹംസക്ക് മറുപടി പറയാനോ അദ്ദേഹവുമായ ഒരു സംവാദത്തിനോ ലീഗ് നേതൃത്വം രംഗത്ത് വന്നില്ല എന്നതാണ്. പൊന്നാനിയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ജനകീയ വികസന രേഖ മുന്നോട്ട് വെക്കുന്ന ഒരവസ്ഥ വരെ KS ഹംസ പറഞ്ഞിരുന്നു. വികസന കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയ കാര്യത്തിലാണെങ്കിലും ഹംസയും ഇടതുപക്ഷവും മുന്നോട്ട് വെച്ച ഒരു കാര്യത്തിനും മറുപടി പറയാൻ ലീഗ് നേതൃത്വം രംഗത്ത് വന്നില്ല എന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ വിജയിക്കുമെന്നാണ് അവർ പറയുന്നത്. മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞത്, വോട്ടെടുപ്പിന് ശേഷം മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞത് 5000 മുതൽ 10000 വോട്ടിന് വരെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പായി കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും പുറത്തു വരുന്നവരെയാണ് പൊന്നാനി മണ്ഡലത്തിൽ സ്ഥിരമായി ഇടതുപക്ഷം മത്സരിപ്പിക്കുന്നത്. സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്ന ചോദ്യത്തിന് അവർ മറുപടി പറയുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ തവണ ഒരു വനിതക്ക് ചിഹ്നവുമായി സാദൃശ്യമുണ്ടായത് കൊണ്ട് ഒരുപാട് വോട്ടുകൾ ലഭിച്ചു എന്നും ആ കാര്യം ഒഴിവാക്കാനാണ് KS ഹംസക്ക് പാർട്ടി ചിഹ്നം അനുവദിച്ചത് എന്നുമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാകാതെ പോകുന്ന ചില കാര്യങ്ങൾ, മുസ്ലിം ലീഗിന്റെ ഏക ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു ഞാനെന്നും എനിക്ക് രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങളെല്ലാം അറിയാമെന്നും ആ നിലയിൽ മുസ്ലിം ലീഗിന്റെ ബഹുഭൂരിപക്ഷം പ്രവർത്തകരുടെയും വോട്ട് തനിക്ക് അനുകൂലമായി മാറുമെന്നും യൂത്ത് ലീഗിന്റെ അസംതൃപ്തി, അതുപോലെ സമദാനിയോടും ീയോടുമുള്ള വിരക്തി, ഇതൊക്കെ തന്റെ പെട്ടിയിൽ വോട്ടായി വീഴുമെന്നാണ് ഹംസ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അതിനുള്ള താങ്കൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു പ്രതീക്ഷ ഹംസയ്ക്ക് മാത്രമല്ല, ഒരു പക്ഷേ ഇടതുപക്ഷത്തിനും ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ടോ താങ്കളുടെ നിരീക്ഷണത്തിൽ? സമസ്തയുടെ വോട്ടുകളിൽ ഒരു വലിയ ഒഴുക്കുണ്ടായിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ട്, ഒരു നിരീക്ഷണമുണ്ട് നമ്മുടെ ഫീൽഡിൽ നിന്ന് വരുന്നത്. മാത്രമല്ല, പ്രതീക്ഷിച്ച പോലെ സമസ്തയുടെ വോട്ടുകൾ അങ്ങോട്ട് ഇടത് പാളയത്തിലേക്ക് പോയിട്ടില്ല. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇപ്പോൾ പൊന്നാനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പൊതുവെ താരതമ്യം ചെയ്യുമ്പോൾ വോട്ടിംഗ് നിലയിൽ കുറഞ്ഞു നിന്ന മണ്ഡലമാണ് എങ്കിൽ ഇത്തവണയും അത് പിന്നിൽ പോകുന്നു, പ്രത്യേകിച്ച് ഇതുപോലുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടും? ഇന്ന് വൈകുന്നേരം നടത്തിയ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ വെച്ച് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ 16,000 മുതൽ 18,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷം അബ്ദുസ് സമദ് സമദാനിക്ക് ലഭിക്കുമെന്നാണ്
ഇന്ന് ബൂത്ത് തല കണക്കുകൾ വെച്ച് ഇടതുപക്ഷത്തിന്റെ കണക്കും. അതായത് ഇടതുപക്ഷം തന്നെ അത് ഉറപ്പിക്കുകയാണ്. വരെ വോട്ടുകൾക്ക് സമദാനി മുന്നിലാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ വോട്ടുകൾ ഏത് UDF-ന് ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന് ഉറപ്പുള്ള വോട്ടുകൾ മാത്രമാണ് CPM കണക്കുകളിൽ വരാറുള്ളത്. സംശയമുള്ള വോട്ടുകളോ മറ്റ് സംഘടനാ വോട്ടുകളോ ഒന്നും ഈ കണക്കിൽ വരികയില്ല എന്നതുകൊണ്ട് തന്നെ ആ പറയുന്നതിനപ്പുറമായിരിക്കും യാഥാർത്ഥ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഭൂരിപക്ഷം സംബന്ധിച്ച് കഴിഞ്ഞ തവണ ഈ 2 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയാണല്ലോ പൊന്നാനി എന്ന് പറയുമ്പോൾ. ഈ ഭൂരിപക്ഷം അതേത് തരത്തിൽ അത് ഒരു വലിയൊരു കുറവ് ഇതിനകം അല്ലെങ്കിൽ ഈ വോട്ട് വിഹിതം കൂട്ടാൻ ഇടതുപക്ഷത്തിന് കാര്യമായിട്ട് സാധിച്ചേക്കും. അങ്ങനെ ഒരു കണക്കൂട്ടൽ പാർട്ടി തലത്തിൽ നടക്കുന്നുണ്ടായിരുന്നോ? ഈ പൊന്നാനിയിൽ ഏറ്റവും കുറഞ്ഞ വോട്ടിന് മുമ്പ് ജയിച്ചത് മുമ്പ് മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം ഏറ്റവും കുറഞ്ഞത് ബനാത്തുപാലക്ക് 52,000 വോട്ട് മാത്രം കിട്ടിയത് കോൺഗ്രസ് ആന്റണി വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് ബനാത്തുപാലക്കെതിരിൽ ആര്യാടൻ മത്സരിച്ചപ്പോൾ. പിന്നെ ഭൂരിപക്ഷം ഏറ്റവും കുറഞ്ഞത് കോൺഗ്രസ് വിട്ടു വന്ന ഉടനെ സ്വതന്ത്രനായി ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി പി അബ്ദുറഹിമാൻ മത്സരിച്ചപ്പോഴാണ്. അന്ന് 25,000 വോട്ട് മാത്രമാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അതിലും കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് ഇത്തവണ വരുമെന്ന് ആഞ്ഞു പിടിച്ച് ഇടതുപക്ഷം പറയുന്നു. അതിനപ്പുറം അവരുടെ കണക്ക് സമസ്തയുടെ വോട്ട്, മറ്റ് മുജാഹിദ് വിഭാഗങ്ങളുടെ വോട്ട്, AP, EK വിഭാഗങ്ങളുടെ മൊത്തത്തിലുള്ള വോട്ടൊക്കെ കണക്ക് കൂട്ടിയിട്ട് 10,000 മുതൽ 40,000 വരെ വോട്ടുകൾക്ക് തങ്ങൾക്ക് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരുമൊക്കെ മറ്റൊരു കണക്കായിട്ട് പറയുന്നത്. പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ആകണമെന്നില്ല. സമസ്തയുടെ യങ് ബ്ലോക്കായി വോട്ടുകൾ ചെയ്യപ്പെടാതിരുന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് പോളിംഗ് കുറഞ്ഞത് എന്നത് വസ്തുതയാണ്. ഇവിടെ ഈ പൊന്നാനി ഇത്തവണ മാറും, പൊന്നാനിയിൽ വികസനം വേണം എന്ന വലിയ ഒരു പ്രചരണം ഇടതുപക്ഷവും അംസയും ഒക്കെ നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന നിലയിൽ തന്നെ ലീഗിന്റെ കേന്ദ്രങ്ങളും ആളുകളെയൊക്കെ തനിക്കറിയാമെന്നും ആ രൂപത്തിൽ മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ തന്നിലേക്ക് ആകർഷിക്കാൻ നല്ല സാധ്യതയുണ്ട് എന്ന് അംസ ആദ്യ നാളുകളിൽ തന്നെ പറഞ്ഞിരുന്നു. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അപ്രസക്തനായ സ്ഥാനാർത്ഥിയാണ് അംസ എന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അടുത്ത നാളുകളിൽ തന്നെ പറഞ്ഞു. വ്യക്തിപരമായി അംസ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ചയാക്കാനോ അദ്ദേഹം നേരിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാനോ എതിർ സ്ഥാനാർത്ഥി ഇതിനിടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഇടത് വലത് മുന്നണികളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ 37% ഹിന്ദു സമുദായമുള്ള ഒരു സ്ഥലം, അതുകൊണ്ട് തന്നെ BJP കഴിഞ്ഞ തവണ വലിയ രീതിയിൽ 1 ലക്ഷത്തിലേറെ വോട്ട് നേടിയ പിടിച്ച മണ്ഡലം. ഈ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു, BJP വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഈ ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചോളം പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രോമിനൻസ് BJPക്ക് ഇത്തവണ ഉണ്ടോ? അവിടെ നിവേദിത എന്ന് പറയുന്ന ഗുരുവായൂർ സ്വദേശിയായ ഒരു വക്കീൽ വനിതാ സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിച്ചിരുന്നത്. ഹിന്ദു പുരാണങ്ങളിലും ഹിന്ദു മതത്തെയുമൊക്കെ വളരെ നന്നാക്കി സംസാരിക്കുന്ന സമദാനിക്ക് ഹിന്ദു വോട്ടുകൾ ഒരുപാട് ലഭിക്കുമെന്ന പ്രതീക്ഷ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. സമദാനി മുസ്ലിം ലീഗും ഇടതുപക്ഷവും UDF-ഉം സമദാനിയുമൊക്കെ ആ നിലയ്ക്ക് ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന വലിയ നീക്കം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിൽ നിന്ന് നല്ലൊരു ശതമാനം സമദാനിയുടെ പെട്ടിയിൽ വീഴും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. ഓക്കെ, റൈറ്റ്. വളരെയധികം നന്ദി ശ്രീ KPO റഹ്മത്തുള്ള. സമയപരിമിതി കൊണ്ട് വീണ്ടും താങ്കളിലേക്ക് വരാൻ കഴിയാത്ത ഇതിൽ വ്യക്തമാകുന്നത് പൊന്നാനിയിൽ അട്ടിമറിക്കുള്ള സാധ്യതയില്ല. UDF ഇടതുപക്ഷത്തിന്റെ പരീക്ഷണം വലിയ വിജയം കാണാനുള്ള സാധ്യതയില്ലെന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുകയാണ്. പക്ഷെ മറ്റൊരു കണക്ക് പറയുന്നത് ഒരു പക്ഷേ 18,000 വോട്ടിന്റെ ഭൂരിപക്ഷമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായി പറയുന്നത് അവർക്ക് കിട്ടുന്ന വോട്ടുകൾ കൃത്യമായി കിട്ടുമ്പോൾ അതിനപ്പുറത്ത് കൂടുതൽ വോട്ടുകൾ കിട്ടിയാൽ തങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിക്കും എന്ന മറ്റൊരു കണക്ക് കൂടിയാണ് CPIM മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ എന്തായാലും ഈ വോട്ടെടുപ്പിന്റെ ചരിത്രം, കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ അത് CPIM-ന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ആ കാലമൊക്കെ മാറി എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെ എന്ന് കൃത്യമായി വോട്ട് പെട്ടിയിൽ എന്ത് എന്നുള്ള ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുമ്പോൾ പ്രധാനമായിട്ടും വടകരയിൽ പറയാനുള്ളത് ഏത് തരത്തിൽ
ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അത് UDF ഗുണകരമാകും എന്നുള്ള ഒരു വിലയിരുത്തൽ ഒരു വശത്തുണ്ട്. പൊന്നാനിയിലേക്ക് വരുമ്പോൾ ഇതാ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അട്ടിമറി അവിടെ നടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള ഒരു നിരീക്ഷണം കൂടിയാണ് നമ്മൾ. എന്തായാലും നമുക്ക് ഈ 2 മണ്ഡലങ്ങൾ ആണ് ഇന്ന് പരിശോധിച്ചത് എങ്കിൽ നാളെ മറ്റു 2 മണ്ഡലങ്ങളുമായി വീണ്ടും കാണാം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ സമാപിക്കുന്നു. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change. Be the future with Jain deemed to be University, Kochi.